മദർ ഏലീശ്വ വാഴ്ത്തപ്പെട്ടവരുടെ പുണ്യഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. കേരളത്തിലെ ആദ്യ സന്യാസിനി സഭയായ കർമ്മലീത്ത നിഷ്പാദുക മൂന്നാം സഭയുടെ സ്ഥാപികയുമാണ് മദർ ഏലീശ്വ. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകൾക്ക് സന്യാസ ജീവിതത്തിന് സാധ്യതകളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആദ്യമായി ഒരു സന്യാസിനി സഭ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിലെ സ്ത്രീജനങ്ങൾക്ക് മഠത്തോടൊപ്പം വിദ്യാഭ്യാസവും നൽകിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് തുടക്കം കുറിച്ച ധീരവനിതയാണ് മദർ ഏലീശ്വ. മദർ ഏലീശ്വയുടെ ജീവിതം വിശ്വാസത്തിന്റെ വാതിൽ ദൈവത്തിലേക്ക് നിരന്തരമായി തുറന്നു വച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് നീങ്ങുകയും ദൈവത്തിലേക്ക് പ്രയാണം ചെയ്ത് ദൈവസ്നേഹം ആവോളം ആസ്വദിച്ചുകൊണ്ട് ആ ദൈവസ്നേഹത്തിന്റെ ബഹിർസ്ഫുരണം എന്നോണം പരസ്നേഹത്തിലൂടെ തിരുസഭ സേവനം ചെയ്ത് കടന്നുപോയ ഒരു സ്ത്രീരത്നമാണ് മദർ ഏലീശ്വ. 1866 ഫെബ്രുവരി 13-ാം തീയതിയാണ് കൂനമ്മാവിലെ ഒരു പനമ്പ് മഠത്തിൽ കേരളത്തിലെ ആദ്യ സന്യാസിനി സഭയും ഭാരതത്തിലെ തന്നെ ആദ്യത്തെ കർമ്മലീത്ത സന്യാസിനി സഭയുമായ കർമ്മലീത്ത നിഷ്പാദുക മൂന്നാം സഭ സ്ഥാപിക്കുന്നത്. 24 വർഷങ്ങൾക്ക് ശേഷം ഈ സന്യാസിനി സഭ റീത്ത് അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട് കോൺഗ്രിഗേഷൻ ഓഫ് തെരേസ്യൻ കാർമലൈറ്റ്സ്, കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ എന്നീ 2 സന്യാസിനി സഭകൾ രൂപം കൊണ്ടു. മദർ ഏലീശ്വ 1913 ജൂലൈ 18-ാം തീയതിയാണ് പരലോകപ്രാപ്തയായത്. മദർ ഏലീശ്വയുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടക്കുന്നത് വല്ലാർപാടം ദേശീയ മരിയൻ കൺവെൻഷൻ കേന്ദ്രമായ ബസിലിക്ക അങ്കണത്തിൽ വച്ചാണ്. മലേഷ്യയിലെ പെനാങ് രൂപതയുടെ മെത്രാനായ അത്യുന്നത കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അന്നേ ദിനത്തെ തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. ഇന്ത്യക്ക് അകത്തും പുറത്തു നിന്നുമുള്ള നിരവധി മെത്രാന്മാരും വൈദികരും അൽമായരും പങ്കെടുക്കുന്ന ഈ ചടങ്ങിന്റെ മധ്യത്തിൽ ദിവ്യബലി മധ്യേ ലയോ പാപ്പായുടെ പ്രതിനിധിയായ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മദർ ഏലീശ്വയെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടത്തും. കേരള സഭയിൽ ആദ്യമായി സന്യാസിനി സഭ സ്ഥാപിക്കുന്നതോടൊപ്പം കേരളത്തിൽ ആദ്യമായി മഠത്തോടൊപ്പം പെൺപള്ളിക്കൂടവും അനാഥ മന്ദിരവും ബോർഡിങ്ങും നടത്തിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് തുടക്കം കുറിച്ചു എന്ന് മാത്രമല്ല, കേരളക്കരയിലെ സന്യാസ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും ഒരു ഉത്തമ മാതൃകയായാണ് മദർ ഏലീശ്വ ജീവിച്ചത്. പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത വിവേകമതിയായ മനുഷ്യനെ പോലെ സമൂഹത്തിൽ സ്വയം പരിത്യാഗത്തിലൂടെ ദിവ്യ പെസഹ കുഞ്ഞാടായ ഈശോയോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് തമ്പുരാൻ എന്ന 3 അക്ഷരം മാത്രമാണ് എല്ലാ ആഗ്രഹങ്ങളുടെയും നിദാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലെ സമ്പത്തും സ്വത്തും സുഖ സൗകര്യങ്ങളും എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ദൈവം മാത്രമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് ജീവിതം കൊണ്ട് പ്രഘോഷിച്ച മദർ ഏലീശ്വയുടെ പുണ്യപൂർണമായ ജീവിതം തിരുസഭയിൽ ഇന്ന് പ്രാദേശിക വണക്കത്തിനായി അർഹമായി എന്ന് തിരുസഭ ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തുകയാണ്. മദർ ഏലീശ്വ 1831 ഒക്ടോബർ 15-ാം തീയതിയാണ് പൂജാതയാകുന്നത്. ഭാരതത്തിൽ ആദ്യമായി കർമ്മലീത്ത സിദ്ധി ദൈവദാനമായി ഏറ്റുവാങ്ങിയ വ്യക്തി ഈ ഭൂമിയിൽ ജനിക്കുന്നത് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ദിനം തന്നെയാണ് എന്നത് ദൈവിക പരിപാലനയാണ്. കേരളത്തിൽ സ്ത്രീകൾക്ക് വീടിന്റെ അകത്തളങ്ങളിൽ മാത്രം സ്ഥാനമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആദ്യമായി ഒരു സന്യാസിനി സഭയ്ക്ക് രൂപം കൊടുത്ത മദർ ഏലീശ്വ ജനിച്ചത് ഓച്ചന്തുരുത്തിലെ ക്രൂസ് മിലാഗ്രിസ് ഇടവകയിൽപ്പെട്ട വൈപ്പിശ്ശേരി കുടുംബത്തിലാണ്. 16-ാം വയസ്സിൽ വൈവാഹിക ജീവിതത്തിലൂടെയാണ് മദർ ഏലീശ്വ കൂനമ്മാവിലേക്ക് എത്തുന്നത്. 1847 വിവാഹത്തിലൂടെ കൂനമ്മാവിലേക്കെത്തിയ മദർ ഏലീശ്വ
1851 അവസാനമാകുമ്പോഴേക്കും വൈധവ്യത്തിന്റെ കനൽ വഴിയിലാണ് എത്തി നിൽക്കുന്നത്. 1.5 വയസ്സുള്ള കുഞ്ഞുമായി മദർ വാകയിൽ തറവാട്ടിലെ ഒരു മുറിയിലും പിന്നീട് ചുറ്റുവട്ടത്തിൽ നിർമ്മിച്ച ഒരു ഷെഡിലും പിന്നീട് കളപ്പുരയിലുമായി 10 വർഷത്തോളം ധ്യാനാത്മക ജീവിതം നയിച്ചു. ആധ്യാത്മിക നിയന്താക്കളായി ആരും ഇല്ലാതിരുന്ന ഈ 10 വർഷക്കാലം പരിശുദ്ധാത്മാവിന്റെ നിമന്ത്രണങ്ങൾക്കനുസരിച്ചാണ് മദർ എലീശ്വ ജീവിച്ചത്. ഒരു 2ാം വിവാഹത്തിന് സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും മാതാപിതാക്കളും ബന്ധുമിത്രാദികളും 2ാം വിവാഹത്തിനായി നിർബന്ധിച്ചപ്പോഴും മദർ എലീശ്വ അത് തിരസ്കരിച്ചുകൊണ്ട് തന്റെ ജീവിതം ഇനി ഈശോയുടെ വഴിയിലാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ ജീവിതം കൂനമ്മാവിലേക്കെത്തിയ ദൈവിക പരിപാലന വിശ്വാസ വെളിച്ചത്തിൽ മദർ തിരിച്ചറിഞ്ഞു. മിഷണറിമാരുടെ സാന്നിധ്യമുണ്ടായിരുന്ന കൂനമ്മാവിലേക്ക് തന്നെ എത്തിച്ച ദൈവിക പരിപാലനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മദർ പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുന്നു. കളപ്പുരയിലെ ഒരു മുറി ഒരു സെല്ലായി രൂപപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇരുന്ന് കൂനമ്മാവ് ദേവാലയത്തിന്റെ വശത്തേക്ക് നോക്കി മണിക്കൂറുകൾ മദർ എലീശ്വ ധ്യാനിച്ചു. ദൈവിക സിദ്ധി ഏറ്റുവാങ്ങി ആ സിദ്ധിയുടെ പരിപൂർത്തിക്കായി സ്വയം പരിത്യാഗത്തിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും എളിമയിലൂടെയും ഏകാഗ്രതയിലൂടെയും മദർ 10 വർഷക്കാലം ധ്യാന ജീവിതം നയിച്ചു. മദറിന്റെ മകൾ അന്നയും സ്വന്തം സഹോദരി ത്രേസ്യയും ഈ ജീവിത ശൈലിയിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ട് മദർ എലീശ്വയുടെ സിദ്ധി ഏറ്റുവാങ്ങി സഹസ്ഥാപികമാരായി അറിയപ്പെട്ടു. 1866 ഫെബ്രുവരി 12-ാം തീയതിയാണ് അന്നത്തെ വികാരി അപ്പസ്തോലിക്കയായിരുന്ന ആർച്ച് ബിഷപ്പ് ബെർണഡിൻ ബെച്ചിനെല്ലി TOCD സഭ കാനോനികമായി അംഗീകരിച്ചത്. പിറ്റേ ദിവസം ഫെബ്രുവരി 13-ാം തീയതി കൂനമ്മാവിലെ തന്റെ ഭൂസ്വത്തിൽപ്പെട്ട കഷണ്ടിയാൻ പറമ്പിൽ നിർമ്മിച്ച പനമ്പ് മഠത്തിൽ മദർ എലീശ്വയും സഹോദരിയും മകളും ഒരുമിച്ച് കേരളക്കരയിലെ ആദ്യ സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുത്തു. TOCD സഭാ സ്ഥാപനത്തിനു ശേഷം 24 വർഷങ്ങൾക്ക് ശേഷമാണ് റീത്ത് വിഭജനത്തിലൂടെ TOCD സന്യാസിനി സഭ ലത്തിൻ സിറിയൻ എന്നീ 2 വിഭാഗങ്ങളായി പിരിയുന്നത്. 1890 സെപ്റ്റംബർ 17-ാം തീയതി കൂനമ്മാവിലെ തെരേസ്യൻ സമൂഹത്തോട് വിട ചൊല്ലി മദർ എലീശ്വ എറണാകുളത്തേക്ക് താമസം മാറ്റി. പിന്നീട് 52 ദിവസങ്ങൾക്ക് ശേഷം വരാപ്പുഴ മെത്രാപ്പൊലീത്ത ക്രമപ്പെടുത്തിയ വരാപ്പുഴ സെയിന്റ് ജോസഫ് കോൺവെന്റിലേക്ക് മദർ എലീശ്വ തിരിച്ചു വന്നു. 1890 മുതൽ 1913 ജൂലൈ 18 വരെ 23 വർഷങ്ങൾ മദർ എലീശ്വയുടെ ജീവിതം വരാപ്പുഴ സെയിന്റ് ജോസഫ് കോൺവെന്റിലാണ്. ഈ കോൺവെന്റിന്റെ ആദ്യ മുറിയിൽ നിന്നും മദർ എലീശ്വ സ്വർഗത്തിലേക്ക് യാത്രയായി. വല്ലാർപാടം മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വൈകുന്നേരം 4:30 മണിക്കാണ് മദർ എലീശ്വയുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടക്കുന്നത്. ലയോ പാപ്പായുടെ പ്രതിനിധിയായ മലേഷ്യയിലെ പെനാങ് രൂപതയുടെ മെത്രാനായ കാർദിനൽ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ഈ ചടങ്ങിൽ ഇന്ത്യയുടെ അപ്പസ്തോലിക സ്ഥാനപതി ലയോപോൾദോ ജിറെല്ലി, വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, കാർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് തുടങ്ങി അനേകം മെത്രാന്മാരും വൈദികരും അൽമായരും പങ്കെടുക്കുന്ന ഒരു പുണ്യമുഹൂർത്തമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഈ പുണ്യമുഹൂർത്തത്തിലേക്കായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.